ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാഷണൽ ഇൻകം ആണ്. ഓക്കെ, എന്താണ് നാഷണൽ ഇൻകം? ഒരു രാജ്യത്തെ ജനത ഒരു വർഷം ഏൺ ചെയ്യുന്ന ഇൻകത്തെ നമുക്ക് എന്തെന്ന് പറയാം? നാഷണൽ ഇൻകം എന്ന് പറയാം. ഓക്കെ, അതിൽ ഇൻകം കൊണ്ട് അർത്ഥമാക്കുന്നത് മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ്? സാധനങ്ങളും സേവനങ്ങളും. ഓക്കെ, ഒരു രാജ്യത്തെ ജനത ഒരു വർഷം ഏൺ ചെയ്യുന്ന ഇൻകം എന്നുള്ളതുകൊണ്ട് ഫൈനൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ ഒരു രാജ്യത്തെ ജനത ഉൽപ്പാദിപ്പിക്കുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീടാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. എന്താണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്? ഗവൺമെൻറ് ഈ പറയുന്ന വരുമാനവും പ്രൊഡക്ഷനൊക്കെ അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെയും പ്രിൻസിപ്പിൾസിനെയും നമുക്ക് എന്തെന്ന് പറയാം? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയാം. ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയിലെ CSO ആണ് നമ്മുടെ ഈ പറയുന്ന പോലെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് 3 രീതിയിൽ ഈ പറയുന്ന ദേശീയ വരുമാനം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അത് ഏതൊക്കെയാണ് ആ രീതികൾ എന്ന് പറയുന്നത്? നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമുക്ക് നാഷണൽ ഇൻകം ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് Y = C + I + G + X - M. ഓക്കെ, അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ Y എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആണ്. ഓക്കെ, C എന്ന് പറയുന്നത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്നുള്ളത് പഠിക്കാം കേട്ടോ. I എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, I എന്ന് പറയുന്നത് എന്താണ്? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, G എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, G എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇതിൽ X എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ് എക്സ്പോർട്ടാണ്, കയറ്റുമതിയാണ്. എന്തെന്ന് പറയുന്നത്? എക്സ്പോർട്ട്. ഓക്കെ, M എന്ന് പറയുന്നത് ഇമ്പോർട്ട്, ഇറക്കുമതി. ഓക്കെ, കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറയ്ക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നമ്മൾ 3 മെത്തേഡുകൾ പറഞ്ഞു. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, ഇത് 3 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിലൊന്നാമത്തെയാണ് ഇൻകം മെത്തേഡ്. ഓക്കെ, ഇൻകം മെത്തേഡിൽ നമ്മൾ പറയുന്നത് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഇതിൽ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർ. ഓക്കെ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ 4 എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഈ 4 ഫാക്ടേഴ്സിന് കിട്ടുന്ന വരുമാനത്തെ നമുക്ക് എന്തെന്ന് പറയാം? അല്ലെങ്കിൽ ഇത് കൂട്ടി കിട്ടുന്ന വരുമാനത്തെ എന്തെന്ന് പറയാം? നമുക്ക് ഇൻകം മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അതിൽ നമുക്ക് ഇൻകം മെത്തേഡിൽ നമുക്ക് വരുമാനം കണ്ടുപിടിക്കാൻ വേണ്ടി നാഷണൽ ഇൻകം = R + W + IN + P. എന്താണ് ഇവ ഓരോന്നും? R എന്ന് പറഞ്ഞാൽ റെൻറ്റ്. നമുക്ക് ലാൻഡിന് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? റെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ലേബറിന് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? വേജസ്. അത് നമുക്ക് W എന്ന് എഴുതാം. ഓക്കെ, ക്യാപിറ്റലിന് കിട്ടുന്ന വരുമാനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കാം. അതിനെ നമുക്ക് IN എന്ന് എഴുതാം. ഓക്കെ, ഓണ്ടർപ്രണർക്ക് കിട്ടുന്ന വരുമാനമോ അതിനെ നമുക്ക് പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻകം മെത്തേഡിൽ നമുക്ക് ദേശീയ വരുമാനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നീടുള്ളതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, ഒരു രാജ്യത്ത് ഒരു വർഷം ഉണ്ടാകുന്ന ചിലവുകൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ മെത്തേഡ് കിട്ടും. ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നമുക്ക് C ഉണ്ട്, I ഉണ്ട്, G ഉണ്ട്. എന്താണ് ഇവ ഓരോന്നും? C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ പറയുന്ന പോലെ ഓരോരോ വസ്തുക്കളും സാധനങ്ങളും മേടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഈ മിച്ചം വരുന്ന പണം കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതും ഒരു തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഓക്കെ, പിന്നീടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നീടാണ് ഗവൺമെൻറ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന എക്സ്പെൻഡിച്ചറും. ഓക്കെ, ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് വരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡിലുള്ള ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം? കൺസംഷൻ എക്സ്പെൻഡിച്ചർ വേണം, പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഓരോ വ്യക്തികളും ഓരോ സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയുള്ള കൺസംഷൻ ഉണ്ട്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്, അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും കൂടെ ഉണ്ട്. ഓക്കെ, ഇത് 3 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമുക്ക് ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നീടാണ് പ്രോഡക്റ്റ് മെത്തേഡ്. ഈ പ്രോഡക്റ്റ് മെത്തേഡിനെ നമുക്ക് ഔട്ട്പുട്ട് മെത്തേഡെന്നും വാല്യൂ ആഡഡ് മെത്തേഡെന്നും നമുക്ക് പറയാം. ഓക്കെ, അതായത് വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫൈനൽ വാല്യൂ, അത് സോൾഡ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫൈനൽ വാല്യൂ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്നത് പോലെ നാഷണൽ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് വസ്തുക്കൾ വിറ്റതായിക്കോട്ടെ, ഒരു ഡോക്ടറെ കാണുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി മുടക്കിയിട്ടുള്ള അങ്ങനെയുള്ളതായിക്കോട്ടെ, ഇതെല്ലാം പ്രോഡക്ട്സുകളാണ്. ഗുഡ്സും സർവീസും ആയിട്ടുള്ള ഇതെല്ലാം നമുക്ക് പ്രോഡക്ട്സുകൾ എന്ന് പറയാം. ഓക്കെ, ഈ ടോട്ടൽ പ്രോഡക്ട്സുകളുടെ മണി വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? പ്രോഡക്റ്റ് മെത്തേഡിലൂടെ നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു 100 കണക്കിന് അല്ല 10,000 കണക്കിന് കമ്പനികളും ഫാക്ടറികളും അങ്ങനെ ഇതെല്ലാം നമുക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റ്സ് നമുക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻജിനീയേഴ്സ്, ഡോക്ടർ, ടീച്ചേഴ്സ്, ഇവരിതൊക്കെ പലതരത്തിലുള്ള സേവനങ്ങളും നൽകുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി ചേർക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കുന്നു? നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡിലുള്ള ദേശീയ വരുമാനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, ഇത് കൂടാതെ തന്നെ നമുക്ക് ദേശീയ വരുമാനം അല്ല നാഷണൽ ഇൻകം അളക്കാനുള്ള പലതരത്തിലുള്ള മെഷർമെൻറ്റ്സ് ഉണ്ട്. അതായത് GDP, GNB, NNB അങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികം മെഷർമെൻറ്റ്സും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അതുകൊണ്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എക്കണോമിക്സിൻ്റെ ഫുൾ സീരീസ് നമ്മളിതിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ജോഗ്രഫി, ഹിസ്റ്ററിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ.